अल्लाहु आसिमुहु व जिब्रील खादिमुहु व बुराक मरकबुहु व मिअराज सफरुहु अम्मा बाद शफ़अ अल-अला बिकमालिही कशफ़ अद-दुजा बिजमालिही हसनत जमीउ हिसालिही सल्लु अलैहि व आलिही. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഈ സദസ്സിന്റെ കടിഞ്ഞാൻ പിടിക്കുന്ന അധ്യക്ഷനവറുകളെ, വേദിയിൽ ഉപവിഷ്ടരായ സ്നേഹമെന്ന പദത്തിന്റെ ജീവിച്ചിരിക്കുന്ന പ്രതീകങ്ങളായ ഉമ്മപ്പെങ്ങന്മാരെ, വിജ്ഞാന പൂങ്കാവനത്തിലെ മധുരവരാനെത്തിയ ചെറുശലഭങ്ങളായ സഹപാഠികളെ, ലോകത്തിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹനീയമായ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യവേദിയിൽ നിങ്ങൾക്ക് മുമ്പാകെ നിൽക്കാനും രണ്ട് വാക്ക് പറയാനും അവസരം തന്ന സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ ജഗന്നിയന്താവായ അല്ലാഹുവിനുക്കാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ അൽഫു മർറ. പ്രിയരെ, ലോകത്ത് അല്ലാഹുവിന്റെ 8 കോടി സൃഷ്ടികൾ ഉണ്ടെന്നാണ് ഹദീസുകൾ നമ്മോട് വിളിച്ചു പറയുന്നത്. ആ 8 കോടി സൃഷ്ടികളിൽ ഏറ്റവും ഭയാനകരമായതും ഏവരും ഭയപ്പെടുന്നതും ഏവർക്കും ഏറ്റവും അധികം ഭയം തോന്നുന്നതുമായ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് അന്നാർ അഥവാ നരകം. അല്ലാഹുവിന്റെ മറ്റുള്ള 7,99,99,999 സൃഷ്ടികളെക്കാൾ എല്ലാവരും ഭയപ്പെടുന്നതും എല്ലാവരും പേടിക്കുന്നതുമായ അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയാണ് അന്നാർ അഥവാ നരകം. ഒരിക്കൽ ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു നദിക്കരയിലൂടെ നടന്നു പോകുമ്പോൾ ഈസാ നബി ഒരു ശബ്ദം കേൾക്കുന്നു, അൽഹംദുലില്ലാഹ്. ഉടൻ തന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. അപ്പൊ അവിടെ ഒന്നും തന്നെ കാണുന്നില്ല. കുറച്ചുകൂടി മുമ്പോട്ട് നടന്നപ്പോ വീണ്ടും അതാ ശബ്ദം കേൾക്കുന്നു, അൽഹംദുലില്ലാഹ്. ഉടൻ തന്നെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടന്നു പോവുകയാണ്. അൽഹംദുലില്ലാഹ് എന്നുള്ള ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നടന്നു പോയപ്പോ അവിടെ ഒരു മനുഷ്യൻ കിടക്കുന്നുണ്ട്. ആ മനുഷ്യന്റെ അവസ്ഥ എന്തെന്നറിയോ? ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ആ മനുഷ്യന്റെ അവസ്ഥ എന്തെന്നറിയോ? ലൈസ ലഹു വൽജിനാൻ, അവനക്ക് 2 കാലുകളും ഇല്ല. വലൈസ ലഹു വൽയദാൻ, അവനക്ക് 2 കൈകളും ഇല്ല. വലൈസ ലഹു ഐനാൻ, അവനക്ക് 2 കണ്ണുകളും ഇല്ല. 2 കണ്ണില്ല, കൈയില്ല, കാലില്ല. ആ മനുഷ്യനാണ് പറയുന്നത് അൽഹംദുലില്ലാഹ്. 2 കൈയില്ല, കണ്ണില്ല, കാലില്ല. ആ മനുഷ്യനാ പറയുന്നത് അൽഹംദുലില്ലാഹ്. ഉടൻ തന്നെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, അല്ലയോ മനുഷ്യ, അല്ലാഹ് നിനക്ക് കൈ തന്നില്ല, കണ്ണ് തന്നില്ല, കാല് തന്നില്ല, പിന്നെന്തിനാണോ താൻ ഇങ്ങനെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ലാഹ് നിനക്ക് ഒരു അനുഗ്രഹവും തന്നിട്ടില്ല, പിന്നെന്തിനാ താൻ ഇങ്ങനെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ മറുപടി കൊടുക്കുന്നു, അല്ലയോ ഈസാ നബിയെ, അല്ലയോ അല്ലാഹുവിന്റെ തിരുദൂതരെ, നിങ്ങളും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാൽ 6 അടി മണ്ണിൽ കിടന്നു കഴിഞ്ഞാൽ മറ്റൊരു ലോകം വരാനില്ലേ? മഹ്ശറ വരാനില്ലേ? ഹിസാബ് വരാനില്ലേ? നാളെ പരലോകത്ത് നിങ്ങൾ ചെന്ന് നിൽക്കുമ്പോ അല്ലാഹ് നിങ്ങളോട് ചോദിക്കുമല്ലോ, നബിയേ ഈസാ, ഞാൻ തന്ന കൈ കൊണ്ട്, ഞാൻ തന്ന കാലുകൊണ്ട്, ഞാൻ തന്ന കണ്ണുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തു ഈസാ? അല്ലാഹ് നിങ്ങളോട് ചോദിക്കൂലേ, ഞാൻ തന്ന കൈ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ തന്ന കണ്ണുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ തന്ന കാലുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? പക്ഷേ അത്തരത്തിലുള്ള ഒരു ചോദ്യവും യജമാനനായ റബ്ബ് എന്നോട് ചോദിക്കൂല. കാരണം എന്തെന്നറിയോ? അല്ലാഹ് എന്നോട് ചോദിക്കൂല ഞാൻ തന്ന കണ്ണുകൊണ്ട് നീ എന്ത് ചെയ്തു. കാരണം അല്ലാഹ് എനിക്ക് കണ്ണ് തന്നില്ല. അല്ലാഹ് എന്നോട് ചോദിക്കൂല ഞാൻ തന്ന കൈ കൊണ്ട് നീ എന്ത് ചെയ്തു. കാരണം അല്ലാഹ് എനിക്ക് കൈ തന്നില്ല. അല്ലാഹ്
എന്നോട് ചോദിക്കൂല ഞാൻ തന്ന കാലുകൊണ്ട് നീ എന്ത് ചെയ്തു, കാരണം അല്ലാഹ് എനിക്ക് കാല് തന്നില്ല. അതുകൊണ്ട് തന്നെ എന്റെ ഹിസാബ് വളരെ ലഘുവായിരിക്കും നബിയേ. ഞാൻ നരകത്തിൽ കടക്കാനുള്ള സാധ്യത അത് വളരെ കുറവാണ് നബിയേ.